നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഉപനിഷത്ത് നമ്മോട് പറയുന്ന ഏകമേവ അദ്വിതീയമാണത്. ഒന്നു മാത്രം, രണ്ടില്ലാത്ത അതാണത്. അത് നമുക്ക് ബ്രഹ്മമെന്ന് പോലും അതിനെ പറയാൻ പറ്റില്ല. ബ്രഹ്മം വളരുന്നതാണ്, വളരുന്നത് കൊണ്ടാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അത് ഈ പുരുഷനാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരുഷൻ. പിന്നെ നമ്മൾ പറയാനും ബോധിപ്പിക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പുരുഷപ്രകൃതികൾക്ക് അപ്പുറം നിൽക്കുന്നതായ രണ്ടില്ലാത്തതായ ആ തത്വത്തെയും ബ്രഹ്മമെന്നൊക്കെ പറയാറുണ്ട്. അത് തൽക്കാലം അങ്ങനെയൊക്കെ പറ്റൂ. അതിനൊരു പേരില്ല. കാരണം അവിടെ ശബ്ദമില്ല, അവിടെ സ്പർശരൂപരസഗന്ധാദികളൊന്നും തന്നെയില്ല, അവിടെ വാക്കില്ല. ശബ്ദമില്ലാത്തതുകൊണ്ട് വാക്കുമില്ല. അതുകൊണ്ട് അതിനൊരു പേരുമില്ല. അതെന്താണെന്ന് പറയാൻ പറ്റൂല, അതെന്താണെന്ന് ചിന്തിക്കാൻ പറ്റൂല. കാരണം മനസ്സുമില്ല, ബുദ്ധിയുമില്ല, ഒന്നുമില്ല. അതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിപ്രക്രിയയിൽ പല തലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. ഇതൊന്നുമില്ലാത്തതുകൊണ്ട് അതിനെ ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ആചാര്യന്മാർ എന്ത് പറഞ്ഞു തന്നറിയാം? പരബ്രഹ്മം, ബ്രഹ്മത്തിനും അപ്പുറത്തുള്ളത്. അതെന്താ? വാക്കുകൾക്ക് വിധേയമല്ല, അതെന്താ? ബുദ്ധിക്ക് വിധേയമല്ല, അതെന്താ? അത് മനസ്സിനും വിധേയമല്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് ഉപനിഷത്ത് നമ്മോട് ആ പരബ്രഹ്മത്തെക്കുറിച്ച് പറയും. എവിടെ എത്തിപ്പെടാൻ കഴിയാതെയാണോ വാക്ക് മനസ്സിനോടൊപ്പം പിന്തിരിഞ്ഞ് തിരിച്ചു പോകുന്നത്, അതാണ് ബ്രഹ്മമെന്ന് അറിഞ്ഞുകൊള്ളണം. വാക്ക് മനസ്സിനെയും കൂട്ടിക്കൊണ്ട് ആ ബ്രഹ്മത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷേ അങ്ങോട്ടെത്താൻ പറ്റിയില്ല. അങ്ങോട്ടെത്താൻ ശ്രമിക്കുമ്പോൾ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അത് ലയിച്ചു പോകുന്നു. അതുകൊണ്ട് തിരിച്ചു പോകുന്നു. രാമകൃഷ്ണദേവൻ നല്ല രസകരമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ കഥ പറയും. ഒരു ഉപ്പുപാവ കടലിൻ്റെ ആഴം അളക്കാൻ പോയി. അദ്ദേഹം പറയുന്ന കഥയാണ്, എളുപ്പം എല്ലാവർക്കും മനസ്സിലാവും ഇത്. ഒരു ഉപ്പുപാവ കടലിൻ്റെ ആഴം അളക്കാനായിട്ട് എന്ത് ചെയ്യും? കടലിൽ ഇറങ്ങി മുങ്ങി. എന്നിട്ട് അദ്ദേഹം ചോദിക്കും, പിന്നെ ആരാണ് കടലിന് ഇത്ര ആഴമുണ്ടെന്ന് അറിഞ്ഞ് വന്ന് നമ്മോട് പറയുക എന്ന്. കാരണം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉപ്പ് ലയിച്ചു പോകും, ഉപ്പുപാവ ലയിച്ചു പോകും. പിന്നെ കടലിൻ്റെ അടിത്തട്ട് വരെ ചെല്ലാൻ ഉപ്പുപാവയില്ല, അത് ലയിച്ചു പോയി. അതിൻ്റെ തത്വം, അതിനാസ്പദമായ തത്വം, നിർഗുണ നിരാകാര തത്വം അതേ ഉള്ളൂ. അത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് പറയുകയുമില്ല. കാരണം അവിടെ വാക്കെത്തുന്നില്ല, അവിടെ മനസ്സെത്തുന്നില്ല. അതാണ് ബ്രഹ്മത്തിനും അപ്പുറത്തുള്ളത്. അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് ഉപനിഷത്തുകളെല്ലാം എന്തല്ല എന്നാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുക, ഈ പരബ്രഹ്മത്തെക്കുറിച്ച് പറയുക. എന്തല്ല എന്ന്, എന്താണ് എന്ന് പറയാൻ പറ്റൂല. പരബ്രഹ്മം എന്ന് പറയുന്നത് പോലും ബ്രഹ്മത്തിന് അപ്പുറമുള്ളതെന്നാണ്. അപ്പുറമുള്ളത് എന്ത് പറയാൻ പറ്റൂല. അത് അനുഭവിച്ചറിയാൻ കഴിയും അധ്യാത്മ സാധനയിലൂടെ. ഈ പ്രകൃതിക്കും അതേപോലെ തന്നെ പുരുഷനും അപ്പുറത്ത് എന്ന പ്രധാനത്തിനും പുരുഷനും അപ്പുറത്ത് എന്നിട്ട് അനുഭവിച്ചറിയാം. അത് ഞാൻ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയാം. അനുഭവിച്ച ആ സ്ഥിതിയിൽ നിലനിൽക്കാം. അവിടെ അതെന്നുള്ള വാക്കില്ല, ഞാനെന്നുള്ള വാക്കില്ല. തത് ത്വം അസി, അത് നീ ആകുന്നു, ഈ വാക്കുകളൊന്നും അവിടെയില്ല. അതിനൊന്നിനും പ്രസക്തിയില്ല, ആ ചിന്തകളുമില്ല. വാക്കും അതേപോലെ ചിന്തിക്കുന്നതായ മനസ്സും ഒക്കെ ലയിച്ചു പോയിരിക്കുന്നു. ആ അനുഭവം മാത്രം. തത്വമസി
അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം മാത്രം. ആ അനുഭവത്തിൽ പ്രത്യക്ഷമായി ആനന്ദമയമായി ജ്ഞാനമയമായി കുടികൊള്ളാം. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെയോ അനന്തകോടി ജീവരാശിയില്ല. എല്ലാം ഞാൻ തന്നെയാണ്. സമസ്ത ജീവരാശിയും ഞാൻ തന്നെയാണ്. സമസ്ത ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ഞാൻ തന്നെയാണ്. എല്ലാം ഞാനായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒരു കടുകുമണിയേക്കാളും നിസ്സാരമായി ഉൾക്കൊള്ളുന്ന ആ മഹത്തത്വമായി വിളങ്ങുന്നു. അതാണ് ഇവിടെ അർജുനൻ ആ പ്രത്യക്ഷാനുഭവത്തിൽ നിന്നുകൊണ്ടാണ്, ഉപനിഷത്താണ് അർജുനൻ പറയുന്നേ. അതാണ് ഇത് ഉപനിഷത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞത്. നമ്മെ അത് പരമാത്മതലത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നു. അർജുനൻ ആ അനുഭവം നേടിക്കൊണ്ട് വളരെ വ്യക്തമായി പറയാണ്, പ്രധാന പുരുഷാതീതം. പ്രധാനത്തിനും മൂലപ്രകൃതിക്കും പുരുഷനും അതീതനായിരിക്കുന്നവൻ, അപ്പുറമുള്ളവൻ. അവൻ ആരെന്ന് പറയാൻ പറ്റൂല, എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. പ്രധാന പുരുഷാതീതം പരബ്രഹ്മം. പ്രധാന പുരുഷാതീതം പരം സൂക്ഷ്മതരം ഹരം. അങ്ങേറ്റം സൂക്ഷ്മമായിട്ടുള്ളവൻ, അങ്ങേറ്റം സൂക്ഷ്മം. അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് വേറൊന്നുമില്ല. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയും. അണുവിനേക്കാളും അണു. നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്ന ഏറ്റവും ചെറിയ വസ്തു അതാണ് അണു. അതിനേക്കാളും അണുവാണ് പരമാത്മാവ്. അതേസമയം മഹതോ മഹീയാൻ, ഏറ്റവും വലുതിനേക്കാളും വലുതാണ്. അത്യന്തം സൂക്ഷ്മമാണ്, അണുവിനേക്കാളും അണുവാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനും ബുദ്ധിക്കും ഭാഷയ്ക്കും ഒന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതിനേക്കാളും അണുവാണത്, ചെറുതാണ്. അതേസമയം ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ എവിടെ നിൽക്കുന്നു? അണുവിനേക്കാളും അണുവായ ആ പരബ്രഹ്മത്തിൽ നിൽക്കുന്നു. അതാണ് മഹതോ മഹീയാൻ. ഈ ലോകമാണല്ലോ വലുത് നമ്മുടെ കണ്ണുകൾക്ക്. അങ്ങനെയുള്ള വലുതായ ഈ ലോകത്തെക്കാളും വലുത്. എത്രമാത്രം വലുതെന്ന് ആർക്കും പറയാൻ പറ്റൂല. നോക്കണം, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതികളൊക്കെ അവിടെ പോയി. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള കാര്യമാണ് ഇവിടെ ഉപനിഷത്ത് ഈ വാക്കുകളിലൂടെ പ്രകാശിപ്പിച്ച് നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഒരേ സമയം അണുവിനേക്കാളും അണുവും മഹത്തിനേക്കാളും മഹത്തും. ഒന്നുകിൽ അണുവായിരിക്കാം ഒരു പദാർത്ഥത്തിന്, അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന് മഹത്തായിരിക്കാം, വലുതായിരിക്കാം. ഒരേ സമയം ഇത് രണ്ടും കൂടി ആവാൻ പറ്റൂല. അത് രണ്ടും കൂടിയാവുന്നത് അണുവിനേക്കാളും അണുവും മഹത്തിനേക്കാളും മഹത്വമാകുന്നത് ഒന്നിനും മാത്രമേ പറ്റൂ. അത് ഈ പരബ്രഹ്മമാണ്. അതാണ് ഇവിടെ അർജുനൻ കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ട് പറഞ്ഞത്. പരം സൂക്ഷ്മതരം. പരം എല്ലാറ്റിനും അപ്പുറത്ത് കുടികൊള്ളുന്നത് സൂക്ഷ്മതരം, അങ്ങേയറ്റം സൂക്ഷ്മമായിട്ടുള്ളത് ഹരം. ഹരനായിട്ടുള്ളവൻ, അവനായിക്കൊണ്ട് നമസ്കാരം. ദുഃഖങ്ങളെല്ലാം ദൂരീകരിക്കുന്നവൻ. ആരെ അറിഞ്ഞാലാണോ സർവ്വ ദുഃഖങ്ങളും പരിമിതികളും കഷ്ടപ്പാടുകളും ദൗർബല്യങ്ങളും ഒക്കെ ദൂരീകൃതമാവുക? അതാണ് ഹരൻ. തപസ്സുകൊണ്ട് ആർക്കും കൈവരുന്നതായ നേട്ടം അതാണ്. തപസ്സിന്റെ പ്രയോജനം നാം ഇവിടെ കാണുന്നു. ആ ദൈവീ സമ്പത്തിന്റെ പ്രയോജനം നാം ഇവിടെ കാണുന്നു. അങ്ങനെയുള്ള ഹരൻ, ആ ഹരനെ ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ വന്ദിക്കുന്നു. അല്ലയോ ഭഗവാനെ, നീ എന്നോട് ക്ഷമിക്കണം. വ്യതിക്രമമേ ഭഗവൻ ക്ഷന്തുമർഹസി ശങ്കര. അല്ലയോ ശങ്കര. ശം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം. മംഗളത്തെ ചെയ്യുന്നവൻ, മംഗളത്തെ നൽകുന്നവൻ. അല്ലയോ ശങ്കര, ഞാൻ അരുതാത്തത് ചെയ്തു, അരുതാത്തത് പ്രവർത്തിച്ചു. എൻ്റെ ഈ വ്യതിക്രമത്തെ, എൻ്റെ ഈ അപരാധത്തെ, എൻ്റെ ഈ കുറ്റത്തെ അങ്ങ് എന്നിൽ കാരുണ്യത്താൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മനസ്സിൽ അങ്ങയോട് ഏറ്റുമുട്ടണമെന്നുള്ള ആഗ്രഹമായിരുന്നില്ല. പിന്നെയോ ഭഗവൻ ദർശനാകാംക്ഷി. അല്ലയോ ഭഗവാനെ, അങ്ങേ കാണുവാനുള്ളതായ അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ടാണ് പ്രാപ്തോസ്മീമം മഹാഗിരിം. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പർവ്വതത്തിൽ, ഈ മാഹാത്മ്യമേറിയ പർവ്വതത്തിൽ, അങ്ങ് വസിക്കുന്ന പർവ്വതമാണിത്, ഇവിടെ ഞാൻ വന്നു ചേർന്നത് അതുകൊണ്ടാണ്.
ഇവിടെ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ ധിക്കാരമാണ്. അത് എൻ്റെ ധിക്കാരം കൊണ്ടല്ല, ഭഗവാനെ അങ്ങയെ കാണാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ഈ കുറ്റം, ഞാൻ ചെയ്ത ഈ തെറ്റ് ഞാൻ ഒരു ഭക്തനാണ് എന്നറിഞ്ഞ് അങ്ങ് എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം. ദൈതം തവ ദേവേശ താപസാലയമുത്തമം. അല്ലയോ ഭഗവാനെ, ഈ പ്രദേശമുണ്ടല്ലോ കൈലാസം, ഇത് എന്നെ പോലുള്ള ആളുകൾക്ക് വരാൻ പറ്റിയതല്ല, തപസ്വികൾക്ക് മാത്രം വരാനുള്ളതാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ അവരുടെ വീടാണിത്. അതേപോലെ തന്നെ തപോധനന്മാർക്ക് ഇത് എത്ര കണ്ട് പവിത്രമായിരിക്കുന്നുവോ അതേപോലെ തന്നെ അങ്ങയുടെയും നിവാസസ്ഥാനമാണ്. അല്ലയോ ഭഗവാനെ, എൻ്റെ കുറ്റം പുറത്തിട്ട് പ്രസാദേത്വാം ഭഗവൻ സർവലോക നമസ്കൃതം. മുഴുവൻ ലോകങ്ങളും ആരെയാണോ നമസ്കരിക്കുന്നത് അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ ആരാധിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാൻ പ്രസാദിപ്പിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ പൂജിക്കുന്നു. അങ്ങയുടെ പ്രസാദത്തെ, അങ്ങയുടെ അനുഗ്രഹത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത ഈ തെറ്റ് അങ്ങ് എന്നോട് പൊറുക്കണം. ശരണം പ്രതിപന്നായ തത് ക്ഷമസ്വ അദ്യ ശങ്കര. അല്ലയോ ശങ്കര, ഇപ്പോൾ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ അങ്ങയോട് അതിസാഹസം കാണിച്ചു. എൻ്റെ അജ്ഞാനം കൊണ്ട് കൃതോമയായം അജ്ഞാനാത് വിമർദ്ദോ യസ് ത്വയാസഹ. ത്വയാസഹ, അങ്ങയോടൊപ്പം ഞാൻ യുദ്ധം ചെയ്തു. പാടില്ലാത്തതാണ്. അത് എൻ്റെ അജ്ഞാനം കൊണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇങ്ങനെ ഞാൻ ചെയ്തതായി ഈ തെറ്റിനെ അങ്ങ് പൂർണ്ണമായും പുറത്താലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അർജുനൻ തൻ്റെ തപസ്സിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആ മഹാദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു വീണ്ടും. അപ്പോഴേക്കും മഹാദേവൻ അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പരിഷ്വജ്യ ബാഹുഭ്യം പ്രീതാത്മാ ഭഗവാൻ ഹര. അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ കരങ്ങൾ കൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് അർജുനനെ ആലിംഗനം ചെയ്തു. ഭഗവാനും ഭക്തനും രണ്ടല്ല, അതാണ് ആ ആലിംഗനം. ഭഗവാൻ അങ്ങ് ഉയരങ്ങളിൽ, ഭക്തനിങ്ങ് താഴെ. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ദയയ്ക്ക് വേണ്ടിയിട്ട് കെഞ്ചുന്നവനാണ് ഭക്തൻ എന്നൊരു തോന്നൽ, തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. അല്ല, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭക്തൻ. ഭഗവാനും ഭക്തനും രണ്ടല്ല, അതിവിടെ കാണിച്ചു തരികയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ കരങ്ങൾ കൊണ്ട് ആ അർജുനോടുള്ള പ്രീതിയാൽ ആ അർജുനനെ തൻ്റെ മാറോടണച്ചിട്ട് ഭഗവാൻ ആലിംഗനം ചെയ്തു. പുനഃപാർത്ഥം സാന്ത്വപൂർവം ഉവാച വൃഷഭധ്വജ. നന്ദികേശൻ കൊടിയടയാളമായിട്ടുള്ള ആ മഹാദേവൻ അർജുനനെ സമാധാനിപ്പിച്ചുകൊണ്ട്, അർജുനൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുറ്റങ്ങളെല്ലാം അങ്ങ് പൊറുക്കണമേ എന്ന്. അർജുനനെ സമാധാനിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, ഒരു കുഴപ്പമില്ല, നീ ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല, എനിക്ക് സന്തോഷമാണ് നീ പകർന്നത് എന്നിങ്ങനെ അർജുനന് ധൈര്യം കൊടുത്ത് അർജുനനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നരസ്ത്വം പൂർവദേഹേ വൈ നാരായണ സഹായവാൻ. അല്ലയോ അർജുന, നീ ആരാണെന്ന് നീ മനസ്സിലാക്കിക്കോ. ഈ ശരീരം നിനക്ക് ലഭിക്കുന്നതിന് മുമ്പ്, കുന്തിയുടെ മകനായിട്ട് നീ ജനിക്കുന്നതിന് മുമ്പ് നീ നരനെന്നു പേരായ ഋഷിയായിരുന്നു. നിന്റെ ഏറ്റവും അടുത്ത ഉറ്റ ചങ്ങാതിയാണ് നാരായണൻ. ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതായ ചുമതല വഹിക്കുന്നവനായ നാരായണ പരമാത്മാവ്, അത് നിന്റെ ഉറ്റ ചങ്ങാതി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ബദരിയാം തപ്തവാനുഗ്രം തപോ വർഷായുതാൻ ബഹൂൻ. ബദരിയിലെത്തിയിട്ട് 10,000 വർഷങ്ങൾ തുടർച്ചയായി കഠിനമായിട്ട് നീ തപസ് ചെയ്തു. ആ കഠിനമായ തപസ്സിൻ്റെ ഫലമായിട്ട് നിന്റെ ഉള്ളിലുള്ളതായ തേജസ്, ബ്രഹ്മജ്ഞാനം, ജ്ഞാനവും ആനന്ദവും
അത് നിനക്ക് കൂടുതൽ കൂടുതൽ പ്രകാശപൂർണമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അത് നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നു, ഒരു കുറവും കൂടാതെ കണ്ട്. ത്വയ്വാ പരമം തേജോ വിഷ്ണുവാ പുരുഷോത്തമേ, നിന്റെ ഉള്ളിൽ പരമമായിരിക്കുന്ന തേജസ് നിറഞ്ഞു നിൽക്കുന്നു. തപസ്സുകൊണ്ട് നീ ആ തേജസ്സിനെ പ്രകാശിപ്പിച്ചതാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ആ പരമമായിരിക്കുന്ന തേജസ്സുണ്ട്. അനന്തകോടി സൂര്യന്മാരെപ്പോലും ലജ്ജിപ്പിക്കുന്നതായ തേജസ്, ആ സൂര്യനെപ്പോലും ഇരുട്ടാക്കി തീർക്കുന്നതായ തേജസ്, ആ തേജസ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പുല്ലിനുള്ളിലും പുഴുവിനുള്ളിലുമുണ്ട്. പക്ഷെ നമ്മുടെ അജ്ഞാനം കൊണ്ട് അത് മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ചാരം വന്ന് കനലിനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ.